രാത്രി നടന്ന ക്രൂരതകൾ പുറം ലോകം അറിഞ്ഞിരുന്നില്ല. കേരളത്തെ ഞെട്ടിച്ച സംഭവവുമായി ദിലീപ് ചിത്രം. ചർച്ചയായി തങ്കമണി. അന്ന് നടന്നതെന്ത്? It's a well-planned murder. ഒരു ബസ്സുണ്ടാക്കിയ പൊല്ലാപ്പിന്റെ ചരിത്രത്തിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം. ദിലീപ് നായകനാകുന്ന പുതിയ ചിത്രമായ തങ്കമണിയുടെ ടൈറ്റിൽ പ്രൊമോഷൻ പോസ്റ്റർ എത്തിയതോടെ തങ്കമണി സംഭവം വീണ്ടും ചർച്ചയായി. തങ്കമണിയിൽ നിന്ന് കാര്യമായിട്ട് എന്തെങ്കിലും നടന്നില്ലെങ്കിൽ 80കളിൽ ഇടുക്കിയിലെ ഒരു ഗ്രാമത്തിൽ ബസ് റൂട്ടിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് പിന്നീട് കേരളത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച തങ്കമണി സംഭവമായി മാറിയത്. കേരളത്തിലെ പോലീസ് ക്രൂരതകളുടെ ഏറ്റവും വലിയ ഉദാഹരണമായി ഇപ്പോഴും തങ്കമണി സംഭവത്തെ പലരും ചൂണ്ടിക്കാണിക്കാറുണ്ട്. 1986 ഒക്ടോബർ 21 സംഭവങ്ങളുടെ തുടക്കം. കാമാക്ഷി പഞ്ചായത്തിലെ തങ്കമണി ഗ്രാമത്തിൽ ഒരു ബസിന്റെ റൂട്ട് സർവീസുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരും തമ്മിലുണ്ടായ തർക്കങ്ങളാണ് പ്രശ്നങ്ങൾക്ക് കാരണം. കട്ടപ്പന തങ്കമണി റൂട്ടിൽ പാറമടയിൽ നിന്നും തങ്കമണി വരെയുള്ള റോഡ് ഗതാഗത യോഗ്യമല്ലായിരുന്നു. അതിനാൽ കട്ടപ്പനയിൽ നിന്നും തങ്കമണിയിലേക്ക് സർവീസ് നടത്തുന്ന മിക്ക ബസ്സുകളും പാറമട കഴിയുമ്പോൾ ആളുകളെ അവിടെ ഇറക്കിവിടുകയായിരുന്നു പതിവ്. എന്നാൽ തങ്കമണി വരെയുള്ള പണവും ഈടാക്കിയിരുന്നു. ഇതിൽ നാട്ടുകാർക്കിടയിൽ അമർഷവുമുണ്ടായിരുന്നു. പ്രത്യേകിച്ചും സ്ഥിരമായി ബസ്സിൽ യാത്ര ചെയ്യുന്ന കോളേജ് വിദ്യാർത്ഥികൾക്ക് ഒരിക്കൽ പതിവ് പോലെ തങ്കമണി റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന എലൈറ്റ് എന്ന ബസ്സിലെ ജീവനക്കാർ യാത്രക്കാരെ പാറമടയിൽ ഇറക്കിവിട്ടപ്പോൾ ഒരു കോളേജ് വിദ്യാർത്ഥി ചോദ്യം ചെയ്തതിനെ തുടർന്ന് വാക്തർക്കമായി. ബസ് ജീവനക്കാർ വിദ്യാർത്ഥിയെ മർദ്ദിച്ച് ബസ്സിൽ നിന്നും പുറത്താക്കി. വിവരമറിഞ്ഞ പ്രദേശവാസികൾ അടുത്ത ദിവസം ബസ് തടയുകയും ബലം പ്രയോഗിച്ച് തങ്കമണിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. വിദ്യാർത്ഥിയെ ആക്രമിച്ച ബസ് ജീവനക്കാർ മാപ്പ് പറയാതെ ബസ് തിരികെ കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് നാട്ടുകാർ നിലപാടെടുത്തു. തങ്കമണിയിൽ സംഘടിക്കുകയും ചെയ്തു. എന്നാൽ ഇതിൽ പ്രകോപിതനായ ബസ് ഉടമയായ ദേവസ്യ പോലീസുമായെത്തി ബസ് ബലമായി കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഇത് പോലീസും നാട്ടുകാരും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് കാരണമായി. പോലീസ് നാട്ടുകാർക്ക് നേരെ ലാത്തി വീഴ്ചി. ജനങ്ങൾ തിരിച്ച് പോലീസിന് നേരെ കല്ലെറിഞ്ഞു. ഇത് പോലീസുകാരെ കൂടുതൽ പ്രകോപിതരാക്കി. പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു മത്തായി തേക്കമലയും തങ്കമണി സീറോ മലബാർ സഭ വികാരി ഫാദർ ജോസ് കോട്ടൂരും അന്ന് പീരുമേട് സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന IC തമ്പാനുമായി ചർച്ച നടത്തി പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും തമ്പാൻ വഴങ്ങിയില്ല. തമ്പാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിറ്റേ ദിവസം തങ്കമണിയിലെത്തുകയും യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ജനങ്ങൾക്ക് നേരെ നിഷ്ഠൂരമായി വെടിവെക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. വെടിവെപ്പിൽ കോഴിമൽ അവറാച്ചൻ എന്നയാൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയും ഉടുമ്പയ്ക്കൽ മാത്യു എന്ന ആൾക്ക് 2 കാലുകളും നഷ്ടപ്പെടുകയും ചെയ്തു. ഇതോടെ പരിഭ്രാന്തരായ നാട്ടുകാർ പലയിടങ്ങളിലായി സംഘടിച്ചു. അതോടെ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നായി നിരവധി വാഹനങ്ങളിൽ നൂറുകണക്കിന് പോലീസുകാർ വൈകിട്ടോടെ വീണ്ടും തങ്കമണിയിൽ വന്നിറങ്ങി. സർവ്വസന്നാഹങ്ങളുമായി എത്തിയ പോലീസുകാർ കണ്ണിൽ കണ്ടവരെയെല്ലാം ക്രൂരമായി മർദ്ദിക്കുകയും അറസ്റ്റ് ചെയ്ത് കട്ടപ്പന പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പോലീസുകാർ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് വിവിധ പ്രദേശങ്ങളിലെ വീടുകളിൽ കയറിയിറങ്ങി. വാതിലുകൾ ചവിട്ടി തുറന്നു. പോലീസിന്റെ തേർവാഴ്ചയിൽ ഭയന്ന പ്രദേശത്തെ പുരുഷന്മാർ കൃഷിയിടങ്ങളിലും മറ്റും ഒളിച്ചു രക്ഷപ്പെട്ടു. ഈ സമയത്ത് വീടുകളിൽ സ്ത്രീകളും കുട്ടികളും തനിച്ചായപ്പോൾ പോലീസുകാർ സ്ത്രീകളെ കൂട്ടബലാത്സംഗത്തിനിരകളാക്കി എന്നതായിരുന്നു പിന്നീട് പുറത്തു വന്ന വാർത്തകൾ. പോലീസ് കസ്റ്റഡിയിലെടുത്ത് കട്ടപ്പനയിലേക്ക് കൊണ്ടുപോയ പുരുഷന്മാരും അതിക്രൂരമായ 3ാം മുറയടക്കമുള്ള മർദ്ദനങ്ങൾക്കിരയായിരുന്നു. തങ്കമണി വെടിവെപ്പ് എന്നും തങ്കമണി കൂട്ടബലാത്സംഗം എന്നുമാണ് സംഭവം പിന്നീട് അറിയപ്പെട്ടത്. എലൈറ്റ് ബസിന്റെ ഉടമയായിരുന്ന എലൈറ്റ് ദേവസ്യ സാമ്പത്തികമായി തകർന്നതിനെ തുടർന്ന് കുമളി പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസിൽ താൽക്കാലിക ജീവനക്കാരനായി ജോലി നോക്കി. ഈ കാലയളവിൽ സൂര്യനെല്ലി പീഡനക്കേസിൽ ദേവസ്യ മുഖ്യപ്രതി